ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ 2 മരണങ്ങളാണ് ഈ ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ ഫലമായിട്ട് എറണാകുളത്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഉണ്ടായ ഒരു മരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏറെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. കാരണം ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബസ്സുകളുടെ പല ഉടമകളും തന്നെയാണ് ഈ ബസ്സുകളുടെ മത്സര ഓട്ടം നിയന്ത്രിക്കേണ്ട ആളുകൾ. അപ്പോ അവരുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ ബിനാമികളുടെ പേരിലുള്ള പല ബസ് സർവീസുമാണ് ഇപ്പൊ ഈ കൊച്ചി നഗരത്തിൽ കൂടെ ഈ മത്സരയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവര് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് മേൽ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്കൊന്ന് 1 വർഷം മുമ്പ് ഇവിടെ എറണാകുളത്ത് ഒരു പോലീസ് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തില് ഈ നഗരത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷകളിൽ പലതും ഇവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അതാണ് എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതുകൂടാതെ ഈ സ്വകാര്യ ബസ്സുകളിൽ പലതും ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെയും അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളുടെയും ഒക്കെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മത്സര ഓട്ടത്തിന് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സാധിക്കാതെ വരുന്നതിന് കാരണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്ന അനുസരിക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. ഒരു ബസ് പിടിച്ചു, അവർക്കൊരു വാർണിംഗ് കൊടുത്തു, പിറ്റേ ദിവസം ഈ പിടിക്കുന്ന ഉദ്യോഗസ്ഥന് മെമ്മോ കിട്ടുന്ന ഒരു അവസ്ഥ കൊച്ചിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പൊ മത്സരയോട്ടത്തെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കൊച്ചി പോലീസും അതോടൊപ്പം തന്നെ MPD തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ അതിനവര് മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പറഞ്ഞതുപോലെ അവർക്ക് അങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ തിരിച്ചവർക്കൊരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഭയം അതെന്തായാലും ഉണ്ടാകും. പക്ഷേ ഈ ആളുകളുടെ ജീവൻ അതിനാരാണ് പരിഹാരം കാണേണ്ടത്, അല്ലെങ്കിൽ അതിനാരാണ് മറുപടി നൽകുക? ഈ കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ നമുക്കറിയാം എത്രത്തോളം വലിയൊരു തിരക്കുള്ളൊരു റോഡുകളാണ് അവിടെ. ആ റോഡിനിടയിലൂടെ പോലും ഒരു നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട്ടേക്കുള്ള റോഡ്, ഈ കാക്കനാട്ടേക്കുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫോ പാർക്കിലൊക്കെ ജോലി എടുക്കുന്ന അനേകം ആളുകൾക്ക് രാവിലെ പോകേണ്ടതാണ്. പക്ഷേ രാവിലെ പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറിന് മുകളിൽ സമയമെടുക്കുന്നുണ്ട്. കാരണം അതേപോലെയുള്ള ട്രാഫിക്കാണ് അവിടെയുള്ളത്. കാരണം അവിടെ മെട്രോയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് സമാന്തരമായിട്ട് എങ്ങനെ അവിടെ സുഗമമായ ഗതാഗതം ബസ്സുകൾക്കും അതോടൊപ്പം തന്നെ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ അധികാരികൾ വേണ്ട മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതിന്റെ ഒരു ബാക്കി പത്രമാണത്. പിന്നെ ഞാനിപ്പോഴും വീണ്ടും പറയുന്നു, ഈ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും ഒരുമിച്ച് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൂടാണ്ട് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ട് അവരുടെ സമയക്രമം ഇവരിക്കത് 2 മിനിറ്റിന്റെയും 1 മിനിറ്റിന്റെയും ഒക്കെ വ്യത്യാസത്തിലാണ് ഇവിടെ എറണാകുളം ഈ ടൗണിനകത്ത് ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക, പഞ്ച് ചെയ്യുക, അതിനുശേഷം ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതുപോലെ ഗട്ടറുള്ള ഒരു റോഡുകളിൽ കൂടെ ഒന്നെങ്കിൽ പെർമിറ്റ് സമയം ഒരു നിശ്ചിത സമയം തുടങ്ങി നിശ്ചിത സമയം വരെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു അനുവാദം കൊടുക്കുക. അതല്ല ഈ 2 മിനിറ്റ് കൊണ്ട് കലൂർ ഓടിയെത്തണം, 2 മിനിറ്റ് കൊണ്ട് കളമശ്ശേരി ഓടിയെത്തണം എന്നുള്ള രീതിയിലുള്ള പഞ്ചിങ് സിസ്റ്റം അത് നിർത്തലാക്കിയാൽ തന്നെ ഈ ഒരു മത്സര ഓട്ടത്തിന് പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ശിക്ഷാ നടപടികൾ അതും വളരെ നടപ്പാക്കിയാൽ തന്നെ വളരെ ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഊരിപ്പോരാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ മേളിൽ ഇരുന്നിട്ട് അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾക്ക് പെനാൽറ്റി അടിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ലല്ലോ. അതെ, ഇതിലിപ്പോൾ ഈ ബസ് ഉടമകൾ തന്നെ ആദ്യം വിചാരിക്കണം, ഈ ഡ്രൈവർമാർ ഇതിലൊരു നടപടി അല്ലെങ്കിൽ ഇതിലൊരു നിയന്ത്രണം ഉണ്ടാകുന്നതിനേക്കാളും ഏറ്റവും ആദ്യം വേണ്ടത് ഈ ബസ് ഉടമകൾ തന്നെയാണല്ലേ? പക്ഷെ അതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതിനാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശോധിക്കേണ്ടത് വെച്ചാൽ എറണാകുളത്ത് ഓടുന്ന പല ബസ് ഉടമകൾ നേരിട്ട് നല്ല സർവീസ് നടത്തുന്നത് അവർ ദിവസ വാടകയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവര് എങ്ങനെയാണെങ്കിലും ആ ദിവസ വാടക കൊടുക്കാനും അവരുടെ ഒരു ദിവസ വരുമാനത്തിനും വേണ്ടിയിട്ട് അവരത് മത്സരയോട്ടം നടത്തിക്കൊണ്ടേയിരിക്കും. ബസ് ഉടമകൾ തന്നെ സർവീസ് നടത്തുന്ന രീതിയൊക്കെ പോയി ഇപ്പോൾ കൊച്ചി ടൗണിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.